ഹായ് ഗൈസ്, എല്ലാവർക്കും സ്മാർട്ട് സ്പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല്. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല്. അപ്പോൾ നെല്ലെന്ന് പറയുന്ന നോവലിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുറുമാട്ടി. ഈ ഒരു നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് 1972 1972 നെല്ലെന്ന നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനകത്തെ ഇതിവൃത്തം എന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസി ജനതയുടെ ജീവിതവും അവരുടെ വിശ്വാസങ്ങളും പിന്നെ കുടിയേറ്റക്കാർ അവരെ ചൂഷണത്തിന് വിധേയമാക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ നോവലിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1974 ഈ ഒരു നോവലിനെ ചലച്ചിത്രമാക്കുകയുണ്ടായി. 1974 ഈ ഒരു നോവലിനെ ചലച്ചിത്രമാക്കുകയുണ്ടായി. ആ ഒരു ദിനം തിരക്കഥ എഴുതിയതും രാമു കാര്യാട്ടാണ്. ചെമ്മീൻ്റെ തിരക്കഥ എഴുതിയ രാമു കാര്യാട്ടാണ് ഈ ഒരു നോവലിനെ ചലച്ചിത്രമാക്കിയപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതിയത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 1972 നെല്ല് പബ്ലിഷ് ചെയ്തത്. വയനാട്ടിലെ ആദിവാസി ജനതയുടെ ജീവിതവും അവരുടെ വിശ്വാസങ്ങളും പിന്നെ കുടിയേറ്റക്കാർ അവരെ ചൂഷണത്തിന് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. 1974 ഇതിനെ ചലച്ചിത്രമാക്കിയത്. രാമു കാര്യാട്ടാണ് തിരക്കഥ എഴുതിയത്. പിന്നെ കുറുമാട്ടി എന്ന് പറയുന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ബാംഗ്ലൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ INS സുമിത്ര. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ INS സുമിത്ര. ഗോവ ഷിപ്പ്യാർഡാണ് INS സുമിത്ര നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ 4ാമത്തെ കപ്പലാണ് INS സുമിത്ര. സമുദ്ര നിരീക്ഷണം, കടൽ തീര പെട്രോളിംഗ്, കടൽ ലൈനുകളുടെ നിരീക്ഷണം എന്നിവ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കപ്പലാണ് INS സുമിത്ര. അപ്പോൾ ഗോവ ഷിപ്പ്യാർഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ 4ാമത്തെ കപ്പലാണ്. സമുദ്ര നിരീക്ഷണം, കടൽ തീര പെട്രോളിംഗ്, കടൽ ലൈനുകളുടെ നിരീക്ഷണം എന്നിവ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കപ്പലാണ് INS സുമിത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. ഷീൻ ഇ ഷി. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി. അപ്പോൾ 2024 ഖേലോ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലേ ആണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ 2024 വേദി. ഇനി വരുന്ന 2025 ഇതിൻ്റെ വേദി ലഡാക്ക് ആൻഡ് ജമ്മു കാശ്മീറാണ്. ലഡാക്കും ജമ്മു കാശ്മീരുമാണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 വേദി. ഒരിക്കൽ കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ആവർത്തിക്കാം. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ബാംഗ്ലൂർ. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ INS സുമിത്ര. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം രോഹിത് ശർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ INS ചീറ്റ, INS ഗുൽദാർ, INS ഖുംഫീർ. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകളാണ് INS ചീറ്റ, INS ഗുൽദാർ, INS ഖുംഫീർ. നെക്സ്റ്റ്,
ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് NH-66 മുംബൈ ടു ഗോവ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് NH-66 മുംബൈ ടു ഗോവ. 2024 ജനുവരി 13-നാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2024 ജനുവരി 13-നാണ് ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ്, പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശ്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ പങ്കജ് ത്രിപാഠി. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടനാണ് പങ്കജ് ത്രിപാഠി. നെക്സ്റ്റ്, ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം. എന്താണ് പ്രാപ്യം? ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായിട്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ. സന്തോഷ് കുമാർ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ. സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കൃതിക്കാണ് 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് നാഗ്പൂർ. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ സർവകലാശാല. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു. നെക്സ്റ്റ്, പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1-നാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിൻ. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിൻ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് T50. നെക്സ്റ്റ്, ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സുതാര്യ? ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം.